ശ്രീ വേണു, വെറുപ്പെന്ന് പറയുന്നത് അങ്ങനെ പുറമെ വന്ന് നമ്മളെ തൊടുന്ന ഒന്നല്ല. അത് വളരെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് നമ്മളിലേക്ക് പ്രസരിക്കുന്ന ഒന്നാണ്. നമ്മൾ ഇപ്പോൾ ഈ ബംഗ്ലാദേശ് പ്രശ്നങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക്, നമ്മളുടെ പേഴ്സണൽ മെസ്സേജുകളിലേക്ക് കുമിഞ്ഞു കൂടുന്ന വിദ്വേഷത്തിൻ്റെ വലിയ രാഷ്ട്രീയമുണ്ട്. അത് നമ്മുടെ തലച്ചോറിനെ വലിയ തോതിൽ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. ആ നിലയ്ക്ക് നിൽക്കുമ്പോഴാണ് ഒരാളിലേക്ക് പെട്ടെന്ന് അപരമത ഐഡന്റിറ്റി ആരോപിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തിൽ നിന്ന് അനധികൃതമായി വന്ന് കയറിയ ഒരാളാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ആ വിദ്വേഷം വമിപ്പിച്ചു വെക്കാനൊരു അവസരം നമ്മുടെ മുന്നിൽ വീണ് കിട്ടുന്നത്. ഇതിന് അടിസ്ഥാനപരമായ ഒരു സാഹചര്യം ഒരുക്കണം, ഒരു പരിസരം ഒരുക്കണം. ആ പരിസരം ഒരുക്കൽ എത്രത്തോളം പേടിക്കേണ്ടുന്ന നിലയിൽ നമ്മളിലേക്ക് നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും അത് ആ നിലയ്ക്ക് പരിവർത്തനപ്പെടുന്നുണ്ട് ഈ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം. വെറുപ്പും വിദ്വേഷവും മനുഷ്യക്കുരുതിയും ഒരിക്കലും നമ്മുടെ രാജ്യത്തിൽ പാടില്ല. ഓരോ പൗരനും ജീവിക്കുവാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. ഇവിടെ ജാതിയുടെ പേരിലായാലും മതത്തിൻ്റെ പേരിലായാലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും ഇവിടെ മനുഷ്യക്കുരുതി അനുവദിക്കരുത്. അത് മാനവികതയും അതുപോലെ തന്നെ മതസൗഹാർദ്ദത്തിൻ്റെയും അതുപോലെ തന്നെ മനുഷ്യൻ്റെ തന്നെ ഏറ്റവും വലിയൊരു വിപത്താണ്. അത് ഈ കേരളത്തിൽ ഒരിക്കലും പാടില്ല. കേരളത്തിലെ കക്ഷി രാഷ്ട്രീയം എല്ലാം ജാതി മതത്തിനതീതമായി ഇതിനെതിരെ പ്രതിരോധിക്കേണ്ട സമയം ആണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ഈ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ LDF, UDF, NDO ഒന്നുമല്ല, അതിനതീതമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാലമാണ് നമ്മുടെ നവോത്ഥാന പാരമ്പര്യം. അത് ചരിത്രം വിസ്മരിച്ചുകൊണ്ടാണ് അധികാര ആധിപത്യത്തിന് വേണ്ടി ജാതിമത മൗലികവാദത്തിൻ്റെ പേരും കക്ഷി രാഷ്ട്രീയ മൗലികവാദത്തിൻ്റെ പേരിലും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന മനുഷ്യക്കുരുതി അനുവദിക്കരുത്. മാനവീയ ബോധത്തിലൂന്നുന്ന മനുഷ്യ സമൂഹം ഒറ്റക്കെട്ടായി ഇതിനെ പ്രതികരിക്കണം. കുറ്റവാളികൾ ആരായാലും നമ്മളിൽ ഒരാൾക്ക്, ഒരു സാധുജീവിക്ക്, ഒരു കുഞ്ഞിന്, ഒരു സ്ത്രീക്ക്, നമ്മളെക്കാൾ അവശനായ ഒരാൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഒരു സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കും എന്നുള്ളത് നമ്മുടെ ഒരു പ്രതീക്ഷയാണ്. പക്ഷെ അങ്ങനെയൊന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോദിച്ചത്, ഒരാൾക്കെങ്കിലും മതി എന്ന് പോലും തോന്നാത്ത തരത്തിലുള്ള വേട്ടമൃഗങ്ങളുടെ സ്വഭാവം ഒരേ തരത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ആളുകളായി നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാറിയിട്ടുണ്ട് എന്നതിൻ്റെ യാഥാർത്ഥ്യമാണ് നമ്മൾ വാളയാറിൽ കണ്ടു കഴിഞ്ഞത്. അതിനെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. നമ്മൾ ആ വെറുപ്പിന് വശംവദരായി കഴിഞ്ഞിരിക്കുന്നു, അത് വമിപ്പിക്കുന്നവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന തിരിച്ചറിവ് കൊണ്ട് മാത്രമേ നമുക്കിതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മളിപ്പോഴും എന്തോ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്, നമ്മളെല്ലാവരും മനുഷ്യത്തിൻ്റെ മകുടോദാഹരണങ്ങളാണ് എന്ന നിലയ്ക്ക് കണ്ണ് കെട്ടിവെച്ച് നമുക്ക് ഈ സാമൂഹ്യ ക്രമത്തെ അഡ്രസ്സ് ചെയ്യാൻ കഴിയില്ല. അത് പ്രസംഗത്തിലും അതുപോലെ എഴുത്തിലും മാത്രമേ ഇന്ന് ഇതൊക്കെ ഉള്ളൂ, മാനവീയത. പക്ഷേ ജീവിതത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോ മനുഷ്യരിലും ഈ ഉറങ്ങിക്കിടക്കുന്നു ഈ ചില വൈകാരിക സങ്കല്പങ്ങളും ആധിപത്യങ്ങളും അടിമത്വവും. ഇത് ഉന്മൂലനം ചെയ്യണമെങ്കിൽ പാർട്ടി ഏതായാലും മനുഷ്യൻ നന്നായാലും മതി, കക്ഷി രാഷ്ട്രീയം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള വലിയൊരു നവോത്ഥാനം ഇനി കേരളത്തിൽ ആവശ്യമാണ്.